ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 2 ദിവസം മുന്നേ കുറച്ച് വിറക് ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തീരെ വിറകുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി വിറക് ഇറക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു വണ്ടി വിറകിന് 1500 റുപ്യയുടെ അടുത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ചോദിക്കുക എന്തിനാ വീഡിയോ എടുക്കണമെന്നൊക്കെ ചോദിക്കേട്ടാ. ആള് ചെറിയ ചാനലുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് വെട്ടി പൊളിക്കണം കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എന്താണ് നമ്മൾ വിറക് വെട്ടുന്ന ആളിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് വെട്ടാൻ പറഞ്ഞു. എന്റെ കുട്ടിയെ കണ്ടാൽ ചെറിയ കുട്ടിയെ കണ്ടാൽ എനിക്ക് ഇഷ്ടം. ഇത് ഇവിടുത്തെ 4ാമത്തെ കുട്ടി. അതാ അന്ന് 8 മണി കരുപ്പി എന്തിരിക്ക എനിക്ക് അറിയില്ല. അമ്മ പറയുമ്പോൾ എനിക്ക് കവറാനിത്. അന്ന് ആദ്യം വെട്ടിനപ്പോൾ നീ ഗർഭിണി എന്തിരിക്ക എനിക്കറിയില്ല. എന്താ വെട്ടിട്ട് പോയി എത്ര ഒരു കൊള്ളാവുമ്പോ ഞാൻ എന്താ അല്ലേ അപ്പൊ ഗർഭിണിയാ അങ്ങനെ കളിച്ച്. ഇപ്പൊ വിറക് അത്താണ് ഓണം സ്റ്റാർട്ടിങ്. ഓണം തുടങ്ങുന്നത് നമുക്ക് ഓണത്തേക്ക് 2 മാസം കാശ്, അമ്മാവ് 2 മാസം കാശ്. 2 മാസം കാശ് ഉണക്ക് പെൻഷൻ്റെ അല്ലേ? 2 മാസം കാശ് അത് കിട്ടിയിട്ടില്ല അതുവരെ. അപ്പൊ ഈ വിറക് വാങ്ങിയതിനും പൈസ കൊടുത്തിട്ടില്ല. മൂച്ചി കുറവ്. മൂച്ചി അത് 2-3 കഷ്ണം കാണുന്നത്. ഇത് മൂച്ചി അധികം മൂച്ചില്ല. തോന പ്ലാവ് ഇത് മുട്ടിന് അത് അങ്ങോട്ട് ഓടി കിടക്കും. എന്തായും പൈസ ഇല്ല പൈസ ഇല്ലല്ലോ. നാളെ ലോൺ അടങ്ങും 25-ാം തീയതി. ഞാൻ അടുത്ത വീട്ടിലൊന്ന് ചോദിച്ചോക്കട്ടെ കേട്ടോ എന്തെങ്കിലും കിട്ടുമെന്ന്. എന്താണ് 600 റുപ്യൊക്കെ? അത്രയും വിറകുണ്ട്, അത്രയും പണിയുണ്ട്. അത് വാങ്ങാൻ തന്നെ 1500 1500 ഇറക്കി മേടിച്ചില്ല. പക്ഷെ കായ് കൊടുത്തിട്ടില്ല. നീനാണ് 1500 പെൻഷന് ഇന മുട്ടി വിറക് സുല്ലല് 1600. ഇന്നാളെ എനിക്ക് വിറക് ഇറക്കി വീട്ടുക്ക് 1600. കൊട്ട വണ്ടി തോൽ കൊമ്പ് தான். இந்த முட்டிலாம் இல்லை. சரியா என்ன 1000 வந்துடுறியா? லாஸ்ட் 1000 நான் உன்ட்டு அதிகம் ചോദിക്കില്ല. സിമ്പിൾ എത്ര? 600. സിമ്പിൾ 600. അത്രയും പണിയുണ്ട്. ഈ പണി കാണുறீங்களா? நான் என்ன അങ്ങനെ ഒരു പീടി കളിക്കുന്ന. അയ്യോ അയ്യോ എന്തമ്മാ വേഗം വെട്ടേ. എന്റെ തിരിവില്ല പിളവേ വേഗം വെട്ടേ. നമ്മളേലില്ലായിട്ടാന്ന് ഉണ്ടെങ്കിൽ തരൂലേ? അത് ഇതന്നെ ചോദിക്കണം, കടം ചോദിക്കണം. ഞാന് ചോദിച്ചത് കുറവ്. അത്രയും കുട്ടികളുണ്ട്, അത്രയും പണിയുണ്ട്. ഞാൻ ചോദിച്ചത് കുറവ്. ചുള്ളൽ വർഗാന്ന് കൂടുതലും. അയ്യോ ചില്ലൽ ഇത് ഒഴിവാക്കുക. അല കൊത്തോണ്ട ആ മൂച്ചിട്ട് പോ. ഇത് ഇതേപോലെ ചുള്ളൽ 1600 എനിക്ക്. ഇതേപോലെ ചുള്ളൽ 1600 ഞാൻ മേടിച്ച് കിട്ടും. ഇന്നലെ പൈസ അല്ല വേണ്ടെന്ന് പറയുമ്പോൾ തട്ടിയിട്ട് കൂട്ടാം. ഇനിമേ ഞാൻ പെൻഷൻ കിട്ടപ്പോൾ അവന് പൈസ കൊടുക്കുന്നു. അത്രയും പണിയുണ്ട് ഇത് കുട്ടികൾക്ക്. ഇത്ര ഇല്ല, ഇതില്ല. എനിക്ക് കൂലി ഇപ്പം 1500 കൂലി. അപ്പം അത് ചോദിക്കില്ല. നിങ്ങളെ വീട് എവിടെ? വിശേഷങ്ങളൊക്കെ പറയും. എൻ്റെ വീട് മേൽമുറി, സ്വന്തം വീട് മേൽമുറി, വാർപ്പ് പെര. இந்த மாதிரி பெரிய பொழிச்சிட்டு நிறுத்திட்டு பார்ப்பாக்கி
ആ സ്ഥലത്തിൻ്റെ പേര് അവള് പേരില്ല, വീടിൻ്റെ പേര് ഞാൻ പേര്. നിങ്ങൾ ഭാര്യ മക്കളൊക്കെ? ഭാര്യ പിന്നെ മലയാളി തന്നെ, തമിഴ്നാട്ടുകാരില്ല, മലയാളി. കുട്ടികൾ കല്യാണം കഴിഞ്ഞ? കുട്ടികളില്ല. ഇവൾക്ക് കാഴ്ച കുറവ്. അത് ആദ്യം 2 കല്യാണം കഴിഞ്ഞിരുന്നു. എനിക്ക് വിവരം അതില്ല. അവൾക്ക് മൂന്നാമത്തെ പെരമൽ വീണ്ടും അത് വേഗം പഞ്ചായത്തിൽ വിളിച്ച് പറഞ്ഞ് മെമ്പർ പെർസെൻ്റ് ഒക്കെ വന്ന് ഫോട്ടോ എടുത്ത് പോയി ഇറങ്ങി പാസ്സായി. ഇന്ന് നിലത്തി പണി കഴിഞ്ഞിട്ടില്ല. ജനൽ 4 പറഞ്ഞ് ജനലിക്ക് ബാത്റൂം വെച്ചിട്ടില്ല. വാടക കൊടുത്ത് കഴിയില്ല, താമസം കൂടി വെച്ച് 1.5 കൊല്ലം കഴിഞ്ഞിച്ച് താമസം കൂടി. 1.5 കൊല്ലായില്ലേ? ഇത് 4ാമത്തെ കുട്ടി, ഇപ്പം 5ാമത്തെ കുട്ടി ഗർഭിണി. ഞാനോ? അല്ലില്ല, 4 ഉള്ളൂ. അതേപോലെ എൻ്റെ വീട്ടിൽ മേലെ ഉള്ളത് മൂത്ത പിന്നെ കെട്ടിച്ച് കൊടുത്ത് അത് 2 കുട്ടിയായി. ഇതുപോലെ ഒരു ചെറിയ കുട്ടി പെറ്റെടുത്തത്, അത് പെറ്റെടുത്ത് ഇപ്പോൾ സ്കൂളിൽ പോകാറുണ്ട്. ഇപ്പം ഗർഭിണി, 5ാമത്തെ കുട്ടി ഗർഭിണി. ഒരു പൊണ്ണുക്ക് കല്യാണം നിശ്ചയമായി അതിൻ്റെ മകൾക്ക്. ഉങ്ങളെ മാപ്പിളർക്ക് എത്ര പെക്കണുங்கிறது വ്യവസ്ഥയേ ഇല്ല. അങ്ങനെ പറഞ്ഞ എത്ര പെക്കരുത്. കുട്ടിയോ വലിയ വലിയ കുട്ടിയായി വേറെ കണ്ടുപോയി. ഇനി നമുക്ക് പുള്ള ആവശ്യമാകത്ത് വിചാരിക്കാൻ വേണ്ട. അങ്ങനെ നമുക്ക് தெரிஞ்சிട്ടില്ല. ഇതേ ചെറുത്, ഉനക്ക് കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ് അത് 2 കുട്ടി പോட்டுச்சு. இன்னொரு കുട്ടി 3ാമത്തെ കുട്ടിക്ക് കല്യാണത്തിന് നിശ്ചയം അയച്ച് സെക്കൻഡ് കല്യാണം ആവുന്നു. അവൻ ഗർഭ് പോയിട്ടാണ്. അതുമാതിരി വലിയ വലിയ മക്കളെ വെച്ചിട്ട് ഗർഭിണി. പോടി പോടി. എന്നാ ഇനി ലാസ്റ്റ് തീരുമാനം പറയുങ്ങൾ. ലാസ്റ്റ് തീരുമാനമല്ല, ലാസ്റ്റ് തീരുമാനം 800 കൂടെ. 800 കൂടെ എല്ലാം എല്ലാം 2-3 ഇത് കുറച്ച് ചുള്ളതാണ്. കുറച്ച് ചുള്ളതാണ്, ബാക്കിയെല്ലാം മുട്ടി വരക്ക്. അതിന് നമുക്ക് പൈസ കടം കിട്ടണം. എവിടുന്ന കിട്ടുക? നാളെ ഇന്ന് നേരത്തെ വരാം. 600ക്ക്. 600 വേണമെന്ന്. ഇതില്ല കുറവ്, ഒന്നിട്ട് ചോദിച്ചിട്ട് കുറവ്. പെണ്ണുങ്ങളത് വരുന്നേ. അത് മകള്, ഇത് മൂത്തത്, അത് 2ാമത്തെ, ഇത് 3ാമത്തെ, അവിടെ ഇരിക്കണ 4ാമത്തെ. ചെറിയ ശരി കുട്ടികള്, ഗവററിയാതെ കുട്ടികള്. ഇത് പ്രശ്നമില്ല. ചെക്കന് കല്യാണം ആവറായി. മൂത്തത് പെൺകുട്ടി, 2ാമത് ചെക്കൻ, 3ാമത് പെൺകുട്ടി, ഇപ്പം 4ാമത്തെ പെൺകുട്ടി. இன்னொன்று 5க்கு இங்கே இருக்கு. ശരിയാവും. എന്നാ എന്തപ്പോ ചെയ്യ? നമുക്ക് പൈസ കയ്യിലില്ലേനും. നാളെ വരട്ടേന്നുമ്മ. എങ്ങനെ മേടിച്ചു? എങ്ങനെയാലും മേടിച്ചേക്കാന്, നാളെ വരാന്ന്. എങ്ങനെയാലും പൈസ മേടിച്ചേക്കാം, നാളെ വരാന്ന്. അമ്മ ചുല്ലലെല്ലാം ഉണ്ടല്ല, ചുല്ലല് കുറച്ച് ചുല്ലല്. ഇതേ നീനെല്ലാം 1500 കൊടുക്കും ലാഭം. എനിക്ക് 1600 കൊടുത്ത് വെറും ചൊക്ക തോൽ കൊമ്പ്. അത് വേങ്ങ, പിലാവ്, തേക്ക്, മട്ടി, പൊടിയോനി എല്ലാ കൊമ്പും ഉണ്ട്. 1600 രൂപ, 1700 രൂപ എണ്ണ വേണോ കൊണ്ടുപോയി എണ്ണ. 1600 രൂപ ചേട്ടാ, അത് മതി. ആകെ പൈസ ഇപ്പം ഇല്ല, പൈസ കിട്ടുമ്പോൾ തരുവാൻ. ഇടയിൽ വണ്ടി നിർത്തി മഴയറ്റ് പോകുമ്പോൾ വണ്ടി നിർത്തി പൈസ ചോദിക്കണം വന്നാൽ വേണ്ടങ്ക വിറക് നീ കൊണ്ടിക്കും. ആണ് ഇല്ലല്ല, നീ വെള്ളത്തിണ്ടാ മതി അങ്ങോട്ട് തട്ടിട്ട് കൂട്ടാം. അത് എന്നാ വാരി അടുക്കണം. കല്ല് നല്ല കടന്ന് ഉറങ്ങിയിട്ട് അടിച്ച് വിരിച്ചായിട്ട് 4 പേർ കല്ല് വെച്ചിരുന്നു. அதுக்கு இன்னும் போயிட்டு சாக்கு வச்சு வெந்நீர் தெளிச்சிட்டு அதுக்கு 4 புறமே விளங்கு கொடுத்து விறக வாரி எடுக்கணும். அவளுக்கு எடுக்க வைக்காது. വാരി കൂടെ തരും, ഞാൻ നിന്നെ എടുക്കുമോ കൊമ്പ്. പൈസ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ വെട്ടിക്കാരുന്നു. നാളെ വരെ ഇല്ല. എൻ്റെ കുട്ടിയെ ആരെടുത്തിക്കണ്? എൻ്റെ കുട്ടിയെ ആരെവിടെ എടുത്തിക്കണ്? കുട്ടീനെ ആരെവിടെ എടുത്തിക്കണ്?
അനങ്ങാതെ കിടക്കുന്നുണ്ട്. അപ്പം വെയിലാകാട്ടിക്കൊണ്ടേ എന്താ സമയം 2:30 മണിയായിടാം. ഞാൻ കൊത്തി കഴിയാം. എന്നാ അതാവൂലേ കറി. ഇല്ലെന്നാ മോര്. അപ്പം നാളെ വന്നോളിട്ടോ. 600 രൂപ തരാം. 600 രൂപ. 600 നാളെ വെട്ടിക്കഴിഞ്ഞിട്ട് സമയത്ത് നോക്കിക്കാം. നിങ്ങൾ നീ അമ്മാളും കൂടി 500 ആ അത് പിന്നെ വണ്ടിക്കാരന്മാർ വെട്ടണതും മനുഷ്യന്മാർ വെട്ടണതും സമയം വൈകുമല്ലോ. ഇപ്പം മേൽമുല്ല ഒരു വിറകിൽപ്പെട്ട സ്ഥിരം വെട്ടിക്കിട്ടുന്ന വണ്ടിക്കാരൻ അങ്ങനെ നമ്പർ കൊടുത്തോളൂ. മുട്ടി വണ്ണ മുട്ടിനെ ഒഴിവായി കിടക്കുന്ന ആള് പറഞ്ഞു. അല്ല ഇതിന് നാളെ നിങ്ങൾ എങ്ങനെയാലും വരൂല. നമ്പർ കിട്ടിയാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാലോ. നമ്പർ മൊബൈലുണ്ട് പോവും. 7 കിലോ പോവും. അത് വേറെ 4 രാവിലെ പറയാം. ആയിക്കോട്ടെ. ടാറ്റ. ടാറ്റ.